ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആക്ച്വലി നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അമ്മയുടെ അമ്മ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കസിൻസിനൊക്കെ വിളിച്ച് ബർത്ത്ഡേ ഒക്കെ സെറ്റപ്പാക്കി. എന്താ പറയുക, കേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഐഡിയ ഫുള്ള് മേമേരെ മോളുടെയാണ് കേട്ടോ. ഫസ്റ്റ് കണ്ടില്ലേ, അതാണ് നമ്മുടെ മേമേരെ മോൾ കേട്ടോ. അപ്പോൾ ഇത് അമ്മേനെ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ബാക്കിൽ നിന്ന് 2 കാറൊക്കെ നിറച്ച് ബലൂണും ഒക്കെ ആയിട്ട് വരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ തന്നെ അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന്. അപ്പം അങ്ങനെ ചെറുതായൊന്ന് കത്തി. അങ്ങനെ അവിടെ എത്തനോടുകൂടി, പക്ഷെ അത്രയല്ലേ പ്രതീക്ഷിക്കുള്ളൂ, ജസ്റ്റ് ബലൂണും അങ്ങനെ. പക്ഷെ ഇവിടെ എത്തനോടുകൂടി കേക്കൊക്കെ ആയപ്പോൾ അമ്മ അടിമുടി ഞെട്ടി. പറയാം, ഈ ജന്മത്തുണ്ടായിട്ടില്ല എത്രയും നല്ലൊരു ബർത്ത്ഡേ എന്ന്. ഒരു കേക്ക് അമ്മയുടെ ആങ്ങളേരെ മോളാണ്, ആൾ ഇതൊക്കെ ചെയ്യണതാണ്. അപ്പോൾ ആൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇത് ആങ്ങളേരെ മോളുടെ ബ്രദർ, മൂത്ത ചേട്ടനാ. അങ്ങനെ അപ്പോൾ അവിടെ നിൽക്കണത് അമ്മയുടെ ആങ്ങള. പിന്നെ അമ്മയുടെ അനിയത്തിയാണ് തൊട്ട് ബാക്കിൽ നിൽക്കുന്നത്. അങ്ങേരുടെ മോളാണ് ഫ്രണ്ടിൽ നിന്ന് കൈയടിക്കണത്. ആളുടെ നാത്തൂനാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. അമ്മയാണെങ്കിൽ 9 മക്കളുള്ള വീട്ടിലത്തെയാണ്. അപ്പോൾ നല്ല രസമാണ്. അവർ ഒത്തിരി ചേട്ടന്മാരും അനിയന്മാരും. ഇപ്പോഴാണെങ്കിൽ ഫാമിലി ഒത്തിരി വലുതായല്ലോ, മക്കളും മരുമക്കളും പേരക്കുട്ടികളും. അപ്പോൾ ചേട്ടൻ്റെ അവിടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളും അവിടെ ഉണ്ട്. അവർക്കത് അങ്ങനെ അടിയിലുണ്ട് ശരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി കുറേ റീലൊക്കെ എടുത്ത് തകർക്കുകയാണ്. ഞങ്ങൾക്ക് വൈകിട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട്. എന്തായാലേ നമ്മൾ ഈ ഗൾഫുകാർക്ക് ഇതൊക്കെ ഒന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റാടിത്തളരും എല്ലാ പാട്ടും പാടി വീഡിയോസൊക്കെ അയച്ച്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചേട്ടൻ ഇങ്ങനെ അയ്യോ പോവുമായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ റെനോവേഷനും കാര്യങ്ങളും നടക്കണ കാരണം, കൂടാതെ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലല്ലേ. അപ്പോൾ പിന്നെ ആദ്യം വീടിൻ്റെ പണി കഴിയട്ടെ വെച്ചു. അപ്പോൾ അടുത്ത കൊല്ലം കാര്യമായിട്ട് തന്നെ വീടിൻ്റെ കാര്യം ആഘോഷിക്കാമല്ലോ. അങ്ങനെ നാട്ടിൽ പോയാൽ പിന്നെ ആഘോഷങ്ങൾക്ക് കുറവൊന്നുമില്ല. പക്ഷേ നാട്ടിലെത്ര കസിൻസ് ഉണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയാണ് എല്ലാവരും മീറ്റ് ചെയ്യുള്ളൂ. ശരിക്കും കാണൽ പോലും ഗൾഫുകാരൊക്കെ വന്ന് ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും വെക്കുമ്പോഴാണ് നാട്ടിലുള്ള എല്ലാവരും കാണുന്നത് തന്നെ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് അടുത്ത ഗൾഫുകാരാണ് കേട്ടോ, ഖത്തറിലുള്ളവരാണ്. വെക്കേഷന് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ബീച്ചിൽ ഇത്രയും നേരം സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ അധികം അങ്ങനെ കാണലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇങ്ങനെ ഓരോ അവസരങ്ങൾ വരുമ്പോഴാണ്. ഇത് അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. ഇവർ ഷാർജയിലായിരുന്നു. 2-3 കൊല്ലമായിട്ട് ഇപ്പോൾ നാട്ടിലാണ്. മൂത്താൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഷാർജയിൽ. ഇത് അനിയത്തിയുടെ മോൻ. അപ്പോൾ ഇവരൊക്കെയാണ് അമ്മയുടെ കൂട്ടായിരുന്നത്. അമ്മേനെ ഞങ്ങളിങ്ങോട്ട് പതുക്കെ വലിക്കുകയാണല്ലോ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ കുട്ടി. ഇത് മേമേരെ മോളുടെ കുട്ടി, അനിയത്തിയുടെ മോളുടെ കുട്ടി. ഇത് അനിയത്തിയുടെ മരുമകൾ. അപ്പോൾ അവരിപ്പോൾ 2ാമത്തെ വിശേഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാം, അപ്പോൾ ഞങ്ങളുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഇതോടുകൂടി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് റീൽസൊക്കെ എടുത്ത് തകർക്കുക. എന്തൊക്കെയാണ് കാണുന്നത് നമുക്ക് തന്നെ ഐഡിയ ഇല്ല. എന്തായാലും ഇങ്ങനെ ഇവർ കിട്ടിയത് തകർത്തുകൊണ്ടിരിക്കുകയെന്നേ. എന്താ ചെയ്യുക, നമ്മൾ വിചാരിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് എന്ന് പറയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ബാക്കി വീഡിയോസൊക്കെ കൂടെ അയച്ചു തരുന്നത്. നമ്മളില്ലാത്തത് അങ്ങോട്ട് മുതലാക്കുകയാണോ സജി എന്ന് ചോദിച്ചു അവസാനം. അങ്ങനെ എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലാണ് അവർ പിന്നെ എപ്പോഴും പ്ലാൻ ചെയ്യുക. അപ്പം അങ്ങനെ കുട്ടികൾക്കായാലും അങ്ങനെ ബോറിംഗ് ഉണ്ടാവില്ല, മുതിർന്നവർക്കായാലും അങ്ങനെ ബോറിംഗ് ഉണ്ടാവില്ല. അങ്ങനെ ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും, ഒന്നും പറയണ്ട. അപ്പോൾ ശരി കേട്ടോ.